ഹായ് ഗൈസ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും വിഷു ആശംസകൾ. ഞാൻ ഇപ്രാവശ്യം വിഷു ആഘോഷിക്കുന്നില്ല. നമ്മുടെ തൊട്ട അയൽപ്പക്കത്ത് നമ്മൾ ഒരുപാട് സ്നേഹത്തോടെ ജീവിച്ച ഒരാൾ നമ്മളെയൊക്കെ വിട്ടുപോയി. ആ ഒരു വിഷമം. പിന്നെ എൻ്റെ കസിൻ മരിച്ചു. അങ്ങനെ നമ്മൾ വിഷുക്കണിയൊന്നും ഒരുക്കുന്നില്ല, വിളക്കൊന്നും കത്തിക്കുന്നില്ല. അങ്ങനെ എന്താ പറയുക, അപ്പോൾ വിഷുക്കട്ട ഉണ്ടാക്കി. അപ്പം നമ്മുടെ കൊല്ലം സൈഡിലോട്ടൊന്നും വിഷുക്കട്ടയില്ല. വിഷുക്കട്ട തൃശ്ശൂരാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കുമ്പിളപ്പമാണ്. തെരളി, നമ്മൾ അങ്ങോട്ടൊക്കെ പറയുന്നത് തെരളി എന്നാണ്. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ പാലക്കാട് വന്നപ്പോൾ എനിക്ക് ആ ഇല കിട്ടാനുള്ള ചാൻസസ് കുറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിഷുക്കട്ടയിലേക്ക് തിരിഞ്ഞു. വിഷുക്കട്ടയാകുമ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. ഈസി ആയിട്ട് പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. എന്ത് കറികൾ വെച്ചും കഴിക്കാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വിഷുവിന് മാത്രമേ അത് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് പച്ചരിയിലും ഉണ്ടാക്കാം, പക്ഷേ ഈ ഉണക്കലരിയിലാണ്, പുഴുക്കലരി ഉണക്കലരി എന്നൊക്കെ പറയും, ഇതിലാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ഇതില്ലെങ്കിൽ മാത്രം പച്ചരിയിൽ ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഇത് കഴുകിയൊന്ന് വെക്കട്ടെ. കഴുകി ഒരു 10-20 മിനിറ്റ് വെച്ചിട്ട് അപ്പോഴത്തേക്കിന് നാളികേരപ്പാലെടുക്കാം. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും വേണം. തേങ്ങാപ്പാല് മനസ്സിലാവാത്തവർക്ക് നല്ല അടി കട്ടിയുള്ള പാത്രത്തിൽ 2-ാം പാലും 3-ാം പാലും കൂടെ ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കണം. ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ 4 കപ്പ്, അരി എടുത്ത കപ്പിന് 4 കപ്പ് 2-ാം പാലും 3-ാം പാലും കൂടെയാണിത്. ചെറിയ തീയിൽ ഇളക്കണം, അല്ലെങ്കിൽ ഈ പാല് പിരിഞ്ഞു പോകും, തേങ്ങാപ്പാൽ. അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിലാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ചൂടാകുമ്പോൾ അടികട്ടിയുള്ള പാത്രം വേണം. എൻ്റെ അടുത്ത് അടികട്ടിയുള്ള ഇതാണ്. എൻ്റെ ഒരു ഓട്ടുരുളിയൊക്കെ വീടിൻ്റെ മേളിൽ കിടക്കുകയാണ്. അത് അവിടെ ആരെങ്കിലും കയറി എടുത്തെങ്കിലേ പറ്റൂ. ഇതും മതി. ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൊന്ന് തിളയ്ക്കാൻ തുടങ്ങി. ഇത് കഴുകി വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത്രയും വെള്ളം നമ്മൾ ഒരുപാട് നേരം കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കുറച്ച് തേങ്ങാപ്പാൽ മതി. നാളികേരപ്പാലെന്ന് പറയുമ്പോൾ ആമി പറയുന്നത് തേങ്ങാപ്പാലെന്ന് പറയാൻ. തിളച്ച് വന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ഉപ്പ് ചേർത്താൽ ഇത് അരി വേവില്ല. അപ്പോൾ നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഇത് വാഴയില വെച്ച് മൂടണം. മൂടുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഇത് വാഴയില ഓപ്ഷണലാണ്, ഉള്ളവർ ചെയ്താൽ മതി. വാഴയില വെച്ച് വാഴയിലയുടെ മണവും കൂടെ ഇറങ്ങും. അപ്പം അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. ഒരു നല്ല മണമായിരിക്കും. അപ്പോൾ അതൊന്ന് തിളക്കട്ടെ. നല്ല മണമുണ്ട് ഗൈസ്. നമ്മുടെ ഇലയൊക്കെ ഇങ്ങനെ ആയി. നോക്കട്ടെ തിളച്ചിട്ട് എന്തായി അവസ്ഥയെന്ന്. ഒരുവിധം ഇതായി വരുന്നുണ്ട്. ഇനി ഇത് പറ്റണം, കുറച്ചും കൂടി പറ്റണം. കുറച്ചും കൂടി വറ്റിച്ചെടുക്കണം അല്ലേ അമ്മി? അപ്പൊ 2-ാം പാലും 3-ാം പാലും ഒക്കെ ചേർത്ത് ഇതിങ്ങനെ വറ്റിച്ചെടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക്, ഇനിയാണ് കഥാനായകന്റെ വരവ്. 1-ാം പാല്, നല്ല കുറുകിയ 1-ാം പാല്. ഈ 1-ാം പാല് ചേർത്തിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. പിന്നെ കുറച്ച് മുന്നേ ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ കഴിച്ച ഓർമ്മ, മണം അടിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്. എല്ലാ വിഷുവിനും ഉണ്ടാക്കുന്ന സാധനം കുറെ നാളായിട്ട്, എന്നിട്ട് അങ്ങ് ഇത്ര വേഗം മറന്നു. ഒരു സ്പൂൺ ജീരകം, ഒന്ന് ചതഞ്ഞോ ചതച്ച് ആവശ്യത്തിന് ഉപ്പായി കുടയുന്നത് വരുന്നുണ്ട്, പക്ഷെ അപ്രത്യക്ഷമാണ്. നമ്മള് ബ്ലാക്ക് സോൾട്ടാണ് ചേർത്തേക്കുന്നത്. ഒത്തിരി ഗുണങ്ങളുണ്ട്. പിന്നെ അത് ഭയങ്കര ഉപ്പാണ്, നമുക്ക് കുറച്ച് ചേർക്കാൻ പറ്റുള്ളൂ. നന്നായി ഇളക്കി ഇപ്പം വേണം ഉപ്പും എല്ലാം ചേർത്തിട്ട് ടേസ്റ്റ് നോക്കാനായിട്ട്.
എന്നിട്ട് ഇതിന് ഇനി ഇതൊന്നുകൂടെ ഒന്ന് വറ്റി വരട്ടെ. ഇതിപ്പോൾ ശരിയായി വന്നു. ഇനി ഇത് നമുക്കൊരു ഇലയിലേക്ക് പരത്തി ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മളൊരു നാക്കില കഴുകി വെച്ചിട്ടുണ്ട്. നേരത്തെ 1-ാം പാൽ ഒഴിച്ചപ്പോൾ ഇത്രയും 1-ാം പാല് ഞാൻ വെച്ചിരുന്നു. അതെന്തിനാന്ന് വെച്ചാല് ഇതുപോലെ ഒഴിച്ച് തേച്ച് പിടിപ്പിക്കാനാണേ. എന്നിട്ട് നമ്മുടെ ഇനി മുറിച്ചെടുക്കണ്ടേ? ഇതിനെ നമുക്ക് മുറിച്ചെടുക്കണം. നല്ല കട്ടിയുള്ളത്, അതായത് ഷേപ്പില് എല്ലായിടവും ഒരേ ഷേപ്പിൽ ഇത് പരത്തി ചൂട് പോയിട്ട് നമുക്ക്. അപ്പൊ ഈ പാല് 1-ാം പാൽ 2-ാം പാല് കുറച്ചങ്ങനെ ഒഴിച്ചത് ആ ഇലയിൽ ചെന്ന് വീണിട്ട് അതിന്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ നമ്മളിപ്പോ ലെവൽ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാൻ ഇത് കനം കുറച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂട് പോയിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഞങ്ങള് സാധാരണ മാങ്ങാക്കറി, അച്ചാറ് ഒക്കെ കൂട്ടിയൊക്കെ കഴിക്കാം. വിഷുവിന് നമ്മൾ ഒരുപാട് കറികൾ ഉണ്ടാവുമല്ലോ, അതേതെങ്കിലും ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ കൂടെ എല്ലാവരും സാധാരണ കോംബോ പറയുന്നത് ശർക്കര പാനിയാണ്. ഞാനൊരു കുറച്ച് അതും ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് ഒരച്ച് ശർക്കര വെച്ച് അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇതൊന്ന് അലിഞ്ഞു വരട്ടെ. അപ്പോൾ 1 അച്ച് ശർക്കരയാണ്, അത് അലിഞ്ഞു വന്നു. ഇനി അതിനകത്തേക്ക് കുറച്ച് ചുക്കും ഏലക്കയും കൂടി നമ്മൾ പൊടിച്ചിരുന്നു. നല്ല മണം അല്ലേ ആമി? പക്ഷെ ആമിക്കൊന്നും ഇഷ്ടമല്ല ഇത്. ആമിക്കൊക്കെ കറിയുടെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് ശർക്കരയെ ഇഷ്ടമല്ല. ഒരു പായസത്തിന്റെ മണം. എന്നിട്ട് നമ്മൾ ഇതിന് അരിച്ചെടുക്കണം. കട്ടൻ ചായയുടെ ഒരു പായസത്തിന്റെ മണം. നമ്മളിങ്ങനെ അരിച്ചെടുക്കും. മുറിച്ച് നമ്മൾ ഇങ്ങനെ വെച്ചു. അതിനുശേഷം നമ്മൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കഴിക്കുക. വിഷുവിൻ്റെ അന്ന് രാവിലെ. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം. നമ്മൾ പിന്നെ വിഷുവിന് ഉണ്ടാക്കി വെച്ചേക്കുന്ന കറികളൊക്കെ എന്തെങ്കിലും വിഷുവിന് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെയും കഴിക്കാം. പിന്നെ ഒരു അടിപൊളി ഐറ്റമാണ് വിഷു കട്ട. ഓക്കെ.